ഇടുക്കി കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി. 10 അംഗ സംഘത്തിനാണ് രൂപം നൽകിയതെന്ന് എറണാകുളം റേഞ്ച് ഡിഐജി പുട്ട വിമലാദിത്യ. അതേസമയം കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിനെ തുടർന്ന് കേസിലെ മുഖ്യപ്രതി നിതീഷിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മറ്റു പ്രതികളുടെ അറസ്റ്റിനും സാധ്യതയുണ്ട്. 2016 നവജാത ശിശുവിനെയും 8 മാസങ്ങൾക്ക് മുമ്പ് വിജയനെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്ന പ്രതി നിതീഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലിൽ വിജയന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ കക്കാട്ടുകടയിലെ വീട്ടിൽ നിന്നും കണ്ടെത്തിയിരുന്നു. ഇതിനുശേഷം കട്ടപ്പന സാഗര ജംഗ്ഷനിലുള്ള വീട്ടിലെ തൊഴുത്തിൽ നവജാത ശിശുവിന്റെ മൃതദേഹത്തിനായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ഇതോടൊപ്പം പ്രതി മൊഴിമാറ്റി പറയുന്നതും പോലീസിനെ വലച്ചു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കേസന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. 10 അംഗ സംഘത്തെയാണ് നിയോഗിച്ചിട്ടുള്ളതെന്ന് എറണാകുളം റേഞ്ച് ഡിഐജി പുട്ട വിമലാദിത്യ പറഞ്ഞു. അന്വേഷണം പുരോഗമിക്കുകയാണ്. ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. SP നേതൃത്വത്തിൽ ഈ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ അന്വേഷണം നല്ല രീതിയിൽ പോകുന്നുണ്ട്. വ്യക്തമായൊരു ഓരോ ദിവസം ഓരോ മൊഴി മാറ്റി പറയുന്നുണ്ടല്ലോ, പ്രതി ഇങ്ങനെ അതിൻ്റെ എന്തെങ്കിലും ഒരു വ്യക്തത നമുക്ക് വരുന്നുണ്ട്? അങ്ങനെയൊന്നുമില്ല. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പുരോഗമിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്യുന്നുണ്ട്. ചെയ്തിട്ട് അതിൻ്റെ രീതിയിൽ നമ്മൾ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ലേഡിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. നമുക്ക് അതുമായി ബന്ധപ്പെട്ട് യാതൊരു പറയാൻ ആയിട്ടില്ല. ഓക്കെ, നമ്മൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അതാത് സമയത്ത് മാധ്യമപ്രവർത്തകരെ നമ്മൾ അറിയിക്കാം. കുട്ടിയുടെ ബോഡിക്കുള്ള തെരച്ചിൽ തുടരുന്നുണ്ടോ? ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമല്ലേ, അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇടുക്കി SP നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. അതേസമയം കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് കേസിലെ മുഖ്യപ്രതി നിതീഷിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡി കാലാവധി നീട്ടിക്കിട്ടുവാൻ പോലീസ് അപേക്ഷ സമർപ്പിക്കുവാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ മറ്റു പ്രതികളെയും വിശദമായി ചോദ്യം ചെയ്യും. അതിനുശേഷം ഇവരുടെ അറസ്റ്റിലേക്ക് കടന്നേക്കും. കൈരളി ന്യൂസ്, ഇടുക്കി.